വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ലൈവ് എൻട്രി ലോജിക് എക്സ്പ്ലനേഷൻ യൂസിങ് ICT കോൺസെപ്റ്റ് ആണ്. അങ്ങനെ സ്വിംഗ് ട്രേഡിങ്ങിനായി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് അദാനി പോഡ്സ് ആണ്. അദാനി സ്റ്റോക്സിനെ പറ്റി നമുക്കറിയാം. അദാനി എന്ന് പറയുന്നത് വെരി വോളറ്റൈൽ പാക്ഡ് സ്റ്റോക്കാണ്, ഹൈ ബീറ്റ സ്റ്റോക്കാണ്. എന്തിനു പറയുന്നു, ഇതൊരു റോളർ കോസ്റ്റർ സ്റ്റോക്കാണ്. ആക്ച്വലി ഹിൻഡർബർഗ് റിപ്പോർട്ടിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് അതായത് ഞാൻ ഈ ഒരു സ്റ്റോക്സിനെ സ്വിംഗ് ട്രേഡിങ്ങിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ സ്വിംഗ് പൊസിഷൻ എടുത്തിരിക്കുന്നത്, എന്തെല്ലാമാണ് നമ്മളുടെ ട്രേഡ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ്, ടാർഗറ്റ് പ്ലേസ്മെൻറ്റ് പോലെ അറ്റ് ദ എൻഡ് നമ്മളുടെ ഫൈനൽ റിസൾട്ട് നമ്മളുടെ ഈ അദാനി പോർട്ടൽ എന്താണ് എന്നതെല്ലാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അദാനി പോർട്ടിൻ്റെ 1 മന്ത് ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്വിങ്ങിനായിട്ട് ഈ ഒരു സ്റ്റോക്സ് ഇപ്പം പരിഗണിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ബുള്ളിഷ് ലെഗ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ഒരു ബുള്ളിഷ് ലെഗിൽ നമുക്കിവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇംബാലൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് പ്രൈസ് ഇപ്പോൾ എന്താ ചെയ്തിട്ടുള്ളത്, ആ ഇംബാലൻസ് പ്രൈസ് റീബാലൻസ് ചെയ്ത് മുകളിലേക്കായിട്ട് പ്രൈസ് റിജക്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു ഒരു ക്രൈറ്റീരിയ കിട്ടി. അതായത് നമുക്ക് ഈ ഒരു ബുള്ളിഷ് ലെഗിൽ നമുക്കൊരു ബുള്ളിഷ് ഇംബാലൻസ് കിട്ടി. ആ ഒരു ഇംബാലൻസിനെ പ്രൈസ് റീബാലൻസ് ചെയ്ത് മുകളിലേക്ക് റിജക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് വോളിയുമായിട്ടൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കൂ. വോളിയുമായിട്ട് കോറിലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ ഈ ഒരു ലെഗ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ലെഗ്, അതായത് നമ്മളുടെ ഈ ഒരു ബുള്ളിഷ് ലെഗിൽ പ്രൈസ് പോകുന്നത് എങ്ങോട്ടാണ്, മുകളിലേക്കാണ്. ഇനി വോളിയം പോകുന്നത് എങ്ങോട്ടാണ്, മുകളിലേക്ക് തന്നെയാണ്. ഓക്കെ, വോളിയം പോകുന്നത് മുകളിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, പ്രൈസ് മുകളിലേക്ക് പോകുന്നു, വോളിയം മുകളിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ പോസിറ്റീവ് കോറിലേഷനാണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, മുകളിലേക്ക് പ്രൈസ് പോകുന്നുണ്ട്, പ്രൈസിനെ വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വോളിയം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ഇത് നോക്കൂ, പ്രൈസ് താഴേക്ക് വരുന്നുണ്ട്. അതായത് ഈ 2 ക്യാൻഡിലും വരുന്നത് എങ്ങോട്ടാണ്, താഴേക്കാണ്. പക്ഷേ വോളിയം വരുന്നത് എങ്ങോട്ടാണ്, മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ്, അവിടെ പ്രൈസ് താഴേക്ക് വരുന്നു, വോളിയം എങ്ങോട്ടാണ് വരുന്നത്, വോളിയവും ആക്ച്വലി എങ്ങോട്ടാണ്, വോളിയം മുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് അവിടെ എന്താണ്, അവിടെയും പോസിറ്റീവ് കോറിലേഷനാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് പോസിറ്റീവ് കോറിലേഷൻ കിട്ടി, ഇവിടെയും പോസിറ്റീവ് കോറിലേഷൻ കിട്ടി. ഓക്കെ, അപ്പം കുറച്ച് ഡൗട്ടഡ് ആണ് നമ്മൾ. ഓക്കെ, എന്നിരുന്നാലും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, 1 വീക്ക് ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. 1 വീക്ക് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, വീണ്ടും നമ്മൾ വോളിയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മളുടെ ആ ഒരു ബുള്ളിഷ് ലെഗിൽ ക്രിയേറ്റ് ആയിട്ടുള്ള ബെയറിഷ് ഇംബാലൻസ് പ്രൈസ് റീബാലൻസ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു ബുള്ളിഷ് ക്ലോസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ബുള്ളിഷ് ക്ലോസിൻ്റെ വോളിയം കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് എന്താണ്, പ്രോപ്പറായിട്ട് എന്താണ്, ഒരു വോളിയം ബിൽഡപ്പ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, വോളിയം ബിൽഡപ്പ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതായത് നോക്കൂ, അതിൻ്റെ വോളിയം കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ളൊരു സ്പൈക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ നമുക്കിവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് എന്താണ്, ദർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, നമുക്കിവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ കാണാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് ഇവിടെ കാണാം. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ്. ഓക്കെ, ബോട്ടം നമ്മളിവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. അതുപോലെ തന്നെ ദർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ്, അതായത് പ്രൈസ് എന്ത് ചെയ്തു, ഓക്കെ, ഇവിടെ നമ്മൾ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ഇട്ടിട്ട്
കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമ്പൾസീവ് ലെഗിൽ, അതായത് ഈ ഒരു ഇമ്പൾസീവ് ലെഗിൽ നമുക്കിവിടെ എന്ത് ചെയ്തു, ഒരു മന്ത്ലി ഇംബാലൻസ് കിട്ടി. ആ മന്ത്ലി ഇംബാലൻസിനെ പ്രൈസ് റീബാലൻസ് ചെയ്തു. ഓക്കെ, റീബാലൻസ് ചെയ്തു. വീക്ക്ലി ടൈം ഫ്രെയിമിൽ റീബാലൻസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷമുള്ള ആ ബുള്ളിഷ് ക്ലോസിൽ, അതായത് ആ ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസിൽ നല്ല രീതിയിലുള്ളൊരു വോളിയം ബിൽഡപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വോളിയം ബിൽഡപ്പ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, വിത്ത് സ്ട്രക്ചർ ഷിഫ്റ്റോട് കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മൾ പ്രോപ്പറായിട്ട് പ്രൈസ് വന്നു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, മുകളിലേക്ക് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിൽ ആക്ച്വലി എന്തൊക്കെ ആവശ്യമുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റിന് ഇംബാലൻസ് ആവശ്യമുണ്ട്. ഓക്കെ ഓക്കെ ഇംബാലൻസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇവിടെ നോക്കൂ, ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇംബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, വോളിയം ബിൽഡപ്പ് വേണം. ഓക്കെ, ഇവിടെ നോക്കൂ നിങ്ങൾ, വോളിയം ബിൽഡപ്പും ഉണ്ട്. കേട്ടോ, വോളിയം ബിൽഡപ്പും ഉണ്ട്, അതായത് വോളിയം ബിൽഡപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ട്രക്ചർ കിട്ടുന്നത് സ്ട്രക്ചർ ഷിഫ്റ്റ്, ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്, ദർ ഈസ് എ ഇമ്പൾസീവ് വേവ്, ദെൻ ദർ ഈസ് എ കറക്റ്റീവ് വേവ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ 1 ഡേയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബേസ് ആയിരിക്കും, ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഡെയിലി ഓർഡർ ബ്ലോക്ക് ഇതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഡെയിലി ഓർഡർ ബ്ലോക്ക് എവിടെയാണ് ആക്ച്വലി, നമ്മളുടെ മന്ത്ലി ടൈം ഫ്രെയിമിലെ വോളിയം ഇംബാലൻസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ടുള്ളതാണ് ആക്ച്വലി എന്ത്, നമ്മളുടെ 1 ഡേ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, ഓർഡർ ബ്ലോക്കിലായിരിക്കണം എൻ്റെ എൻട്രി. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എവിടെയായിട്ട്, സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബേസിന് താഴെ. ഓക്കെ, ബേസിന് താഴെയായിരിക്കും നമ്മളുടെ ആക്ച്വലി എന്ത്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് എവിടെയായിരിക്കണം വരേണ്ടത്. ഓക്കെ, ഞാൻ നോ ഗ്യാപ്പ് ക്യാൻഡിൽ ഇടുകയാണ്. ടാർഗറ്റ് എവിടെയായിരിക്കണം വരേണ്ടത്, ഞാൻ പറഞ്ഞു നമ്മൾ കീ ലെവൽസാണ് അതിന് ടാർഗറ്റിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതാ, നമുക്ക് ആദ്യത്തെ ഒരു കീ ലെവൽ എന്ന് പറയുന്നത് ഓക്കെ ഈ ഒരു ഏരിയ, ആദ്യത്തെ ഒരു കീ ലെവൽ എന്ന് പറയുന്നത് റൈറ്റ് ഹിയർ. ഓക്കെ, ഇതൊരു കീ ലെവലാണ്. ഓക്കെ, നെക്സ്റ്റ് ഒരു കീ ലെവൽ നോക്കുകയാണെങ്കിൽ എന്താണ്, റൈറ്റ് ഹിയർ. ഓക്കെ, പ്രോപ്പർ റീറ്റെയിലർ മൈൻഡ് സെറ്റിൽ നമ്മൾ എവിടെയൊക്കെയാണ് ടച്ച് വന്നത് ആ രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, 2 കീ ലെവൽസ് ഞാനിവിടെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കീ ലെവൽസിലായിരിക്കും ആക്ച്വലി എന്ത്, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 1 ഡേ ടൈം ഫ്രെയിമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. 4 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എൻട്രി എന്ന് പറയുന്നത് എവിടെയായിരിക്കണം, ഓർഡർ ബ്ലോക്കിലായിരിക്കണം ആക്ച്വലി എന്ത്, എൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഓർഡർ ബ്ലോക്കിലായിരിക്കണം ആക്ച്വലി എന്ത്, എൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു 35 പോയിൻറ്റ്, അതായത് 35.0.40 അതൊരു ചെറിയൊരു ബഫർ ഇട്ട് വെച്ചിട്ടുണ്ട്. ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫസ്റ്റ് കീ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് അറൗണ്ട് 1:1.5 ആണ് കിട്ടുന്നത്. പക്ഷെ അത് പറ്റില്ല, നമുക്ക് മിനിമം മോർ ദാൻ 2 കിട്ടണം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ടാർഗറ്റ് ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ എൻട്രി വരുന്നത് എത്രയാണ്, 1325. ഇവിടെയാണ് എൻ്റെ എൻട്രി. എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എത്രയാണ്, 1289. അതായത് 35 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 1419. ഓക്കെ, ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത് മോർ ദാൻ 2.1:2.5 മുകളിൽ റിസ്ക് റിവാർഡ് തരുന്ന ഒരു ട്രേഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടി ഞാൻ പറയുകയാണ്, മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് ഒരു ഇംബാലൻസ് കണ്ടു. ആ ഇംബാലൻസ് പ്രൈസ് റീബാലൻസ് ചെയ്ത് പ്രൈസ് എന്താണ്, മുകളിലേക്ക് റിജക്റ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത്. നമ്മൾ 1 വീക്ക് ടൈം ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് എന്താണ്, ആ ഒരു റീബാലൻസ് ചെയ്തു പോകുന്ന ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിൽ പ്രോപ്പറായിട്ടുള്ളൊരു വോളിയം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതുപോലെ 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ നോക്കിയ സമയത്ത് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പാറ്റേൺ നമുക്ക് കിട്ടി. അതായത് ലിക്വിഡിറ്റി സ്വീപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് സ്ട്രക്ചർ ബ്രേക്കോട് കൂടിയൊരു കിട്ടി. അത് നമ്മൾ വോളിയമായിട്ട് കമ്പയർ ചെയ്ത സമയത്ത് ഒരു വോളിയം സ്പൈക്ക് കിട്ടി. നമ്മളുടെ 4 അവറിൽ നമ്മളെന്ത് ചെയ്തു, പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രി
പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റോപ്പ് ലോസ് അതുപോലെ തന്നെ കീ ലെവൽസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ടാർഗറ്റും സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ അനലൈസ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ്? ഓക്കെ, ഈ അനലൈസ് നമ്മൾ ചെയ്യുന്നത് അറൗണ്ട് ഓഗസ്റ്റ് 26 ട്യൂസ്ഡേ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് ടാർഗറ്റ് കുറച്ച് വലിയ ടാർഗറ്റാണ്. അറൗണ്ട് നമ്മളുടെ ഫസ്റ്റ് കീ ലെവലിൽ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് 1:2 മോർ ദാൻ 2യുടെ മുകളിൽ റിസ്ക് റിവാർഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു കീ ലെവൽ തന്നെ ടാർഗറ്റായിട്ട് വെക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ അദാനി പോർട്ടൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ എൻട്രി, അതായത് നമ്മളുടെ ഡെയിലി ഓർഡർ ബ്ലോക്ക് പ്രൈസ് ട്രിഗർ ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളുടെ പ്ലാനിൽ ഒരു മാറ്റവും നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ബേസിന് താഴെ. ഓക്കെ, നമ്മളുടെ ഈ ഒരു ബേസിന് താഴെ നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ, ഈ കീ ലെവലാണ്, അതായത് നമ്മളുടെ റിസ്ക് റിവാർഡായിട്ട് മാച്ച് ആവും, നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് തരുന്നത് ഈ കീ ലെവലിലെത്തുമ്പോഴാണ്. ഓക്കെ, 1:2.5 മോർ ദാൻ 2.5 മുകളിലായിട്ട് റിസ്ക് റിവാർഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും നമ്മൾ എന്തായാലും അറിയിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മളുടെ ട്രേഡിൻ്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായും കൊണ്ട് തന്നെ എന്താണ്, നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് കീ ലെവലിൽ നോക്കൂ നമ്മളുടെ ഫസ്റ്റ് കീ ലെവൽ പ്രൈസ് പ്രോപ്പറായി ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സെക്കൻഡ് കീ ലെവൽ, അതായത് നമ്മളുടെ ഫൈനൽ ടാർഗറ്റ് പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട്, അതായത് നമ്മൾ വരച്ച ആ ഒരു കീ ലെവലിൻ്റെ തൊട്ട് മുകളിലേക്ക് പോലും പ്രൈസ് പോയിട്ടില്ല. അവിടെ നിന്ന് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് റിവേഴ്സ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ട്രേഡിൻ്റെ റേറ്റിംഗ് ഒന്ന് കൊടുക്കുക. നിങ്ങൾ ഈ ഒരു ട്രേഡ് നല്ലൊരു ട്രേഡ്, അതായത് നല്ലൊരു സൂപ്പർ ട്രേഡ്. ഓക്കെ, ഇതൊന്ന് റേറ്റ് കൊടുക്കുക. ഇപ്പോൾ പല ആളുകൾ പറയുമെന്ത്, ഇത് റീപ്ലേ ആണ്, ഇതാണ്, ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത് റീപ്ലേ ആയിട്ട് ചെയ്തതാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങളത് വിശ്വസിക്കുക. ഇത് ഞാൻ നോർമലി ചെയ്തതാണെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് വേണമെങ്കിലും വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ട്രേഡ് പ്ലാൻ എന്തായിരുന്നു? നമ്മളുടെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത്, നമ്മളുടെ ട്രേഡ് പ്ലാൻ സിമ്പിളാണ്. പ്രോപ്പറായും കൊണ്ട് നമ്മൾ മന്ത്ലി ഒരു ഇംബാലൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ മന്ത്ലി ഇംബാലൻസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മളുടെ മന്ത്ലി ഇംബാലൻസ്. ഓക്കെ, ഇതാണ് ആക്ച്വലി നമ്മളുടെ മന്ത്ലി ഇംബാലൻസ്. ഓക്കെ, അപ്പോൾ ഈ മന്ത്ലി ഇംബാലൻസ് ഞാൻ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടി നീട്ടിയിട്ട് ഇവിടേക്കായിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ഓക്കെ, എങ്ങനെയാണെന്ന്. നമ്മൾ എന്ത് ചെയ്തു? മന്ത്ലി ഒരു ഇംബാലൻസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, നമുക്ക് ഈ ഒരു മന്ത്ലി ഡിസ്പ്ലേസ്മെൻറ്റ് ലെഗിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു മന്ത്ലി ഇംബാലൻസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ വീക്ക്ലി ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിയ സമയത്ത് എന്താണ്? പ്രൈസ് പ്രോപ്പറായും കൊണ്ട് ഈ ഒരു ഇമ്പൾസീവ് മൂവിന് കറക്റ്റീവ് മൂവ് എന്നുള്ള രീതിയിൽ പ്രൈസ് ഇങ്ങനെ താഴെ വന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഇംബാലൻസ് റീബാലൻസ് ചെയ്ത് പ്രൈസ് മുകളിലേക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, അങ്ങനെ തന്നെ പറയണം, ഡിസ്പ്ലേസ്മെൻറ്റ് തന്നു. അവിടെയാണ് ആക്ച്വലി നമ്മളുടെ എൻട്രി സെറ്റപ്പ് അവിടെ ഫോം ആയിട്ടുള്ളത്. നോക്കൂ എങ്ങനെ പ്രൈസ് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് ലെഗ് നമുക്ക് മന്ത്ലി ടൈം ഫ്രെയിമിൽ കാണാൻ വേണ്ടി പറ്റി. ആ ഇമ്പൾസീവ് ലെഗിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇംബാലൻസ് നമ്മൾ സ്പോട്ട് ചെയ്തു. ആ ഇംബാലൻസിലേക്ക് പ്രൈസ് കറക്റ്റീവ് മൂവോടുകൂടി വന്ന് ഇംബാലൻസ് റീബാലൻസ് ചെയ്ത് നമുക്ക് ദെർ ഈസ് എ ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ ദെർ ഈസ് എ സ്ട്രക്ചർ ഷിഫ്റ്റ് മൊമെൻറ്റം കിട്ടി. ഓക്കെ, ആ മൊമെൻറ്റത്തിൻ്റെ, അതായത് നമ്മളുടെ FEG റീബാലൻസ് ചെയ്ത ആ ഒരു മൂവിൽ നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു ബേസ് ഐഡൻറ്റിഫൈ ചെയ്തു. ആ ബേസിലേക്ക് പ്രൈസ് അഗെയിൻ വന്നപ്പോൾ നമ്മൾ ഈ ഒരു ബേസിൽ നിന്ന് എൻട്രി എടുത്തു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ലെവൽ നമ്മൾ ടാർഗറ്റ് ചെയ്തു. നമ്മളുടെ ബേസിന് താഴെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തു. ആക്ച്വലി സിംപ്ലി പറയുകയാണെങ്കിൽ ഇതായിരുന്നു ആക്ച്വലി നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്താണ്? ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് എലമെൻസിൻ്റെ ബേസിലാണ് എടുത്തിട്ടുള്ളത്. 2 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ആ 2 ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ്? ഒന്ന് എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ICT എൻട്രി മോഡലാണ്. ഓക്കെ, എൻട്രി മോഡൽ ഏതാണ്? ആ എൻട്രി മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു മോഡൽ, അതായത്
ഒരു ഇമ്പോർട്ടൻ്റ് കീ ലെവലിലേക്ക് പ്രൈസ് വന്ന് ആ ആ കീ ലെവൽ മിറ്റിഗേറ്റ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? നമുക്ക് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ് വിത്ത് ഡിസ്പ്ലേസ്മെൻറ്റോട് കൂടി തന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചു. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് എലമെൻ്റ് എന്താണ്? വോളിയം. ഞാൻ എത്രയോ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, വോളിയത്തിനെ നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കരുത്. അല്ല, ഒരു സിമ്പിളായിട്ടുള്ള ഒരു സില്ലി കാര്യമായിട്ട് എടുക്കരുത്. വോളിയത്തിന് അത്രത്തോളം പവറുണ്ട്. ഈ ഒരു ട്രേഡിന് അത്രത്തോളം പവറുണ്ട് വോളിയം എന്നുള്ള ആ ഒരു ഫാക്ടറിന്. ഞാനിവിടെ ഒരു ഇൻഡിക്കേറ്ററും ഞാനിവിടെ ആഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ്? ഇവിടെ നോക്കൂ നിങ്ങൾ, നോർമലി ഇവിടെ ഒരു വോളിയം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണ്? ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒന്നുകൂടി പറയുകയാണ്. ഏതൊരു ഇൻഡിക്കേറ്ററും, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതൊരു ഇൻഡിക്കേറ്ററും ഒന്നെങ്കിൽ പ്രൈസിൻ്റെയോ അല്ലെങ്കിൽ വോളിയത്തിൻ്റെയോ ബേസിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ മുന്നിൽ പ്രൈസ് ക്യാൻഡിൽ സ്റ്റിക്സ് ഇൻ ദ ഫോം ഓഫ് പ്രൈസായിട്ടും വോളിയം നമുക്ക് താഴെ വോളിയം കിട്ടും. ഇത് കിട്ടുന്ന സമയത്ത് നമ്മൾ മറ്റ് ഇൻഡിക്കേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല. ഇപ്പം ഞാനിവിടെ എന്താണ്, ഇവിടെ ഞാനിപ്പോൾ ഒരു മൂവിങ് ആവറേജ് നോക്കുകയാണ്. ഒരു മൂവിങ് ആവറേജ് നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ക്രോസ് ഓവർ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ ഒരു ബൊളിഞ്ചർ ബാൻഡ് ആണെങ്കിൽ ഇവിടെ ഒരു ബാൻഡ് ഉണ്ടാവും. ഇവിടെ എന്താണ്, ഒരു പിവറ്റ് ലൈൻ ഉണ്ടാവും. ഇതൊക്കെ നോക്കി ഞാൻ ഡിസ്ട്രാക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ഇനി പറയുന്നത് എന്താണ്, ആ ഒരു വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വോളിയം ഡെയിലി ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്. ഇവിടെ നോക്കൂ നിങ്ങൾ, വൺ ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ വോളിയം ഒന്ന് നോക്കിയാൽ നോക്കൂ, നമ്മളുടെ ആ ഒരു ട്രിഗർ കിട്ടിയ ഏരിയ ഉണ്ടല്ലേ, അവിടെ വോളിയത്തിൻ്റെ സ്പൈക്ക് നോക്ക്, നല്ല രീതിയിലുള്ളൊരു വോളിയം സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് തൊട്ട് മുന്നേ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ളൊരു സ്പൈക്ക് വന്നിട്ടുണ്ട്. ഇനിയും വോളിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? മനസ്സിലാക്കി തരാം. നിങ്ങൾ നേരെ ക്രോം എടുക്കുക, സ്റ്റോക്ക് എഡ്ജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. അതിൻ്റെ കൂടെ ഏതാണോ നിങ്ങൾ അനലൈസ് ചെയ്യുന്ന കമ്പനി, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അദാനി പോർട്ടാണ്. സ്റ്റോക്ക് എഡ്ജ് അദാനി പോർട്ട് എന്ന് നമ്മളൊന്ന് സെർച്ച് ചെയ്യുന്നു. എന്നിട്ട് ഫസ്റ്റ് സൈറ്റ് തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ഇവിടെ നമ്മൾ നോക്കിയാൽ ഓക്കെ, ഇവിടെ നമ്മൾ നേരെ ഇവിടെ പ്രൈസ് ചാർട്ട് ഡെലിവറീസ് എന്ന് പറഞ്ഞല്ലോ, ഡെലിവറീസ് ഈ ഒരു സെക്ഷനിലേക്ക് പോവുക. ഈ ഒരു സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ഇവിടെ നമുക്ക് ഡെലിവറി ക്വാണ്ടിറ്റി എന്നും ട്രേഡഡ് ക്വാണ്ടിറ്റി എന്നും കാണാം. ഡെലിവറി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഡെലിവറി, അതൊരു ലോങ് പൊസിഷൻ എന്നുള്ള രീതിയിലായിട്ട് എടുത്തിട്ടുള്ള ഡെലിവറി ക്വാണ്ടിറ്റിയാണ് ഡാർക്ക് ബ്ലൂവിൽ കാണിക്കുന്നത്. ഈ ലൈറ്റ് ബ്ലൂവിൽ കാണിക്കുന്നത് എന്താണ്, അത് ട്രേഡഡ് ക്വാണ്ടിറ്റിയാണ്, അതായത് ഇൻട്രാഡേ വോളിയമാണ്. ഓക്കെ, ഇൻട്രാഡേ വോളിയം. ഇവിടെ നിങ്ങൾ നേരെ ഈ അദാനി പോർട്ടൽ നോക്കൂ. സെപ്റ്റംബർ 11, അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ, അതായത് ഈ ഫൈനൽ പാർട്ട് റെക്കോർഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 11 സെപ്റ്റംബർ 10, സെപ്റ്റംബർ 9, സെപ്റ്റംബർ 8 നേരെ താഴേക്ക് നോക്കിയാൽ നോക്കൂ, ഓഗസ്റ്റ് 18 നോക്കൂ, ഒരു ഹൈ ഡെലിവറി ക്വാണ്ടിറ്റിയും ഹൈ ഇൻട്രാഡേ ഡെലിവറി ക്വാണ്ടിറ്റിയും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കണ്ടോ, നോക്കൂ, ഇവിടെയൊക്കെ നോക്കൂ, ഒരു നോർമലായിട്ടുള്ളൊരു വോളിയം. പക്ഷേ ഇവിടെ നോക്കൂ, ഒരു അബ്നോർമൽ വോളിയം സ്പൈക്ക്. പിന്നെ താഴേക്ക് നോക്ക്, ഇല്ല. അപ്പം നോക്കൂ, 18 ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു വോളിയം സ്പൈക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതാണ് ആക്ച്വലി എന്ത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ ഹൈ ഡെലിവറി ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് എഡ്ജിൽ പറഞ്ഞ ഹൈ ഡെലിവറി പൊസിഷൻ്റെ പിന്നിൽ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രസൻസ് ഉണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എൻട്രി എങ്ങനെയാണ് എടുത്തതെന്നും എങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തത്, നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തത് എന്നതിൻ്റെ എല്ലാം ഒരു ലോജിക്ക് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി കാണിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇത് നമ്മൾ ടെക് മഹീന്ദ്രയിൽ എടുത്തൊരു ട്രേഡാണ്, ഒരു ഗുഡ് ലോസ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡാണ്. ഓക്കെ, എൻ്റെ അതായത് ഞാൻ ഇതുപോലെ സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ ലൈവ് എൻട്രി ലോജിക് എക്സ്പ്ലനേഷൻ ചെയ്യുന്ന
തൊട്ട് മുന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ടെക് മഹീന്ദ്ര കണ്ടവർക്കാണെങ്കിൽ അറിയാം. നമ്മൾ പ്രോപ്പറായി കൊണ്ട് എന്താണ് 1 ഹവറിൽ നമ്മൾ പ്രോപ്പറായി കൊണ്ട് തന്നെ ഒരു ബേസ് ഐഡൻറ്റിഫൈ ചെയ്തു. ബേസിൽ പ്രോപ്പറായിട്ട് പ്രൈസ് വന്നു. നമ്മളെന്താണ് ഈ ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരുന്നു ടാർഗറ്റ് കൊടുത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്രൈസ് നേരെ താഴെ വന്നു. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. എന്നിട്ട് നോക്കൂ, പ്രോപ്പറായി കൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഗുഡ് ലോസ് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്താണ് ഗുഡ് ലോസ് എന്ന് പറയുന്നത്? നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ റൂൾസും നമ്മളുടെ സ്ട്രാറ്റജി പ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ വരുന്ന ലോസിനെ നമ്മൾ ഗുഡ് ലോസ് എന്ന് പറയുന്നു. ഗുഡ് ലോസ് ഈസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് ദ ബിസിനസ്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു ഈ ലോസ് റിക്കവർ ചെയ്യാനായിട്ട് നെക്സ്റ്റ് ട്രേഡ് ആയിരുന്നു അദാനി പോർട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്നൊരു ഗുഡ് ലോസ് നമ്മളിവിടെ കോമ്പൻസേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ച് ആളുകൾ ചോദിക്കുന്ന കാര്യം, അതായത് തൊട്ട് മുന്നത്തെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരുത്തൻ ചോദിച്ചാണ്, നമുക്ക് എൻട്രി എടുക്കുന്നതിന് മുന്നേ സിഗ്നൽ തരാമോ എന്ന്. ഒരിക്കലുമില്ല. ഒരു സിഗ്നലോ ഒന്നും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒരു കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, താങ്ക് യു.